ജോൺ സീനയെ ഇത്രയും ദേഷ്യത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിനു മുൻപും ഇതിനു ശേഷവും സീനയെ ഇത്രയധികം ദേഷ്യത്തിൽ ഇത്രയധികം വയലന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. തന്നെയും WWE ബാക്കിയുള്ള താരങ്ങളെയും അടിച്ചൊതുക്കി ഒരു സൈഡാക്കിയിട്ടുണ്ടായിരുന്ന, തന്റെ ചാമ്പ്യൻഷിപ്പ് മോഹങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന നെക്സസ് ടീമിനെതിരെ സീന ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുണ്ടായിരുന്ന കഥയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. സീനയ്ക്ക് കൂട്ടായി WWE കിടിലൻ താരങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് പോലും തൊടാൻ കഴിയാത്ത നെക്സസ് ടീമിനെ എങ്ങനെയാണ് WWE ടീം തോൽപ്പിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു വെനസ്ഡേ നൈറ്റ് സ്പെഷ്യൽസ്. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. ഫെറ്റൽ 4-വേ പേപ്പർ വ്യൂവിൽ ഷെയ്മസ് WWE ചാമ്പ്യൻഷിപ്പ് വിജയിച്ചു. ജോൺ സീനയ്ക്ക് തന്റെ ചാമ്പ്യൻഷിപ്പ് അവിടെ നഷ്ടപ്പെടുകയുണ്ടായി. ഇതിനെല്ലാം തന്നെ കാരണം നെക്സസ് ആയി മാറുകയുണ്ടായി. അതിനുശേഷം നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ വിൻസ് മക്മാൻ വന്നു. എന്നിട്ട് ഫെറ്റൽ 4-വേയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ബ്രെറ്റ് ഹാർട്ടിന് ഇനി മുതൽ റോയിലേക്ക് വരാൻ കഴിയില്ല, അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വിൻസ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പുതിയ ജനറൽ മാനേജറെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് താൻ വന്നത് എന്നുള്ളതും കൂടി വിൻസ് അവിടെ പറയുകയുണ്ടായി. പുതിയ ജനറൽ മാനേജർ മറ്റാരുമല്ല, മൈക്കിൾ കോളിന്റെ മുൻപിൽ നിൽക്കുന്ന ആ ഒരു ലാപ്ടോപ്പാണ്. ഒരു അനോണിമസ് ജനറൽ മാനേജർ ആയിരിക്കും ഇനി മുതൽ ഉണ്ടായിരിക്കുക. ആരാണ് ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരാൾക്ക് പോലും അറിയില്ല. ആ ജനറൽ മാനേജർ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ മൈക്കിൾ കോളിന് ഒരു മെയിൽ മുഖേന അയക്കും. മൈക്കിൾ കോൾ അതിവിടെ വായിക്കും. ജനറൽ മാനേജർ അതാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാം എന്നുള്ളതായിരുന്നു വിൻസ് അവിടെ നിന്നും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ജനറൽ മാനേജറിന്റെ ആദ്യത്തെ ഇമെയിൽ വരികയുണ്ടായി. ഇതിനു മുൻപേ ഉണ്ടായിരുന്ന ജനറൽ മാനേജർ ബ്രെറ്റ് ഹാർട്ട് ഇവരെ എല്ലാവരെയും, നെക്സസ് ടീമിലെ എല്ലാവരെയും ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ ജനറൽ മാനേജർ വന്ന് എടുത്ത ആദ്യത്തെ തീരുമാനം നെക്സസ് ടീമിനെ മുഴുവൻ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരെ WWE കോൺട്രാക്ട് കൊടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിരുന്നു അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവിടേക്ക് WWE ചാമ്പ്യനായിട്ടുള്ള ഷെയ്മസ് വന്നു, ജോൺ സീന വന്നു. മൂന്നുപേരും റിംഗിൽ നിൽക്കുന്ന സമയത്ത് മൈക്കിൾ കോൾ അവിടെ ഒരു കാര്യം അനൗൺസ് ചെയ്തു. ജനറൽ മാനേജർ വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ റോ എപ്പിസോഡിൽ ഷെയ്മസ് വേഴ്സസ് ജോൺ സീന തമ്മിലുള്ള WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മാച്ച് ഉറപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു ജനറൽ മാനേജറിന്റെ അടുത്ത ഇമെയിൽ ആയിട്ടുണ്ടായിരുന്നത്. അതും വെറും മാച്ചല്ല, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് റഫറി മാച്ച് ആയിരുന്നു ഉറപ്പിച്ചത്. ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് റഫറി ആയിട്ടുള്ളത് വിൻസ് മക്മാനുമാണ് എന്നുള്ളത് കൺഫേം ചെയ്തു. ആ ഒരു മാച്ചിന് നല്ലൊരു അവസാനം കിട്ടിയിട്ടില്ലായിരുന്നു. മാച്ചിന്റെ അവസാനമായപ്പോഴേക്കും വീണ്ടും നെക്സസ് ടീം വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതും ജോൺസിനെ ഇവരെല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുന്നതും, ആ സമയത്ത് വിൻസ് മക്മാൻ ഇവരെ എല്ലാവരെയും കൂടി നെക്സസ് ടീമിനെ മുഴുവനായിട്ടും റിംഗിലേക്ക് വിളിക്കുന്നതും കാണാൻ കഴിഞ്ഞു. അങ്ങനെ വിൻസ് ഇവരോടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണെന്നെല്ലാം തന്നെ പറയുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ തന്നെ വേഡ് ബാരറ്റിനെ കളിയാക്കുന്ന രീതിയിൽ വിൻസ് സംസാരിക്കുന്നു. അതാ കിടക്കുന്നു നെക്സസ് ടീം മുഴുവൻ വിൻസിനെ എടുത്തിട്ട് അലക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ ജോൺസിനെ എങ്ങനെയാണോ അലക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ആഴ്ച വിൻസിനായിരുന്നു. പിന്നെ അതുമാത്രമല്ല, WWE ഫാൻസ് മുഴുവൻ, അവിടെയുള്ള യൂണിവേഴ്സ് മുഴുവൻ ചാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡാനിയൽ ബ്രയാന്റെ പേരായിരുന്നു. ഡാനിയൽ ബ്രയാനെ അന്ന് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു. ആ ഡാനിയൽ ബ്രയാനെ നെക്സസ് ടീമിൽ നിന്നും ഒഴിവാക്കിയതിന് പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും ഡാനിയൽ ബ്രയാനെ ഒഴിവാക്കിയതിന്റെ കാരണം നെക്സസിന്റെ ഡെബ്യൂ എപ്പിസോഡിൽ ഡാനിയൽ ബ്രയാൻ ഒരു സ്റ്റാഫിന്റെ കഴുത്തിൽ ടൈ കൊണ്ട് മുറുക്കി കഴുത്ത് ഞെരിക്കുന്നതും അതുപോലെ തന്നെ ജോൺസിനയുടെ മുഖത്തേക്ക് തുപ്പുന്നതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അക്കാലത്ത് WWE PG എറയിലാണ് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. PG എറ ആയതുകൊണ്ട് ആ സമയത്തുള്ള സ്പോൺസേഴ്സ് എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടതോടുകൂടി ബാക്കിലോട്ട് വലിയാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതും സ്പോൺസേഴ്സ് ഒഴിയും എന്നുള്ള രീതിയിൽ വരെ എത്തിയപ്പോഴാണ് ഡാനിയൽ ബ്രയാനെ WWE ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് മറ്റൊരു സ്റ്റോറി ലൈനായിട്ടായിരുന്നു WWE അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിൻസിനെ ഇവരെല്ലാവരും കൂടി അറ്റാക്ക് ചെയ്ത് ആ ഒരു റിംഗിലിടുകയുണ്ടായി. തൊട്ടടുത്ത ആഴ്ചയിലെ റോ എപ്പിസോഡിൽ ഷെയ്മസും ജോൺ സീനയും റിംഗിലേക്ക് വന്നു. അനോണിമസ് ജനറൽ മാനേജറിന്റെ ഭാഗത്തു നിന്നും ആദ്യത്തെ മെയിൽ വന്നു. ഇന്നു മുതൽ നെക്സസ് ടീമിലെ ഒരു മെമ്പറിന് പോലും WWE സൂപ്പർ താരത്തെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ആ നെക്സസ് ടീമിലെ മെമ്പറെ ടെർമിനേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ WWE സൂപ്പർ സ്റ്റാർസിൽ ആരെങ്കിലും നെക്സസ് ടീമിലെ മെമ്പറിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ആ സൂപ്പർ താരത്തെ സസ്പെൻഡ് ചെയ്യുമെന്നുള്ളതും കൂടി അനൗൺസ് ചെയ്തു. പിന്നീട് 2010 മണി ഇൻ ദ ബാങ്ക് പേപ്പർ വ്യൂവിനെ കുറിച്ച് സംസാരിച്ചു. മണി ഇൻ ദ ബാങ്ക് പേപ്പർ വ്യൂവിൽ ജോൺ സീന വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള WWE ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉറപ്പിച്ചു. ആ ഒരു മാച്ച് സ്റ്റീൽ കേജ് മാച്ച് ആയിരിക്കും. പുറത്തുനിന്നും ആരും കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റീൽ കേജ് മാച്ച് ആക്കിയത് എന്നുള്ളത് അനോണിമസ് ജനറൽ മാനേജർ അനൗൺസ് ചെയ്തു. അതേ റോ എപ്പിസോഡിൽ തന്നെ WWEയുടെ ലെജൻഡ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള റിക്കി സ്റ്റീം ബോട്ട് കടന്നു വന്നു.
അദ്ദേഹത്തിന്റെ ഒരു റിട്ടയർമെന്റ് ഷോ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് മുഴുവൻ സീനിയർ ആയിട്ടുള്ള WWE പഴയ വിന്റേജ് താരങ്ങളായിരുന്നു. ഇവർ വന്ന് റിക്കി സ്റ്റീംബോട്ടിനെ ആശംസകൾ നേരുന്ന സമയത്ത് നെക്സസ് ടീം വന്നുകൊണ്ട് ആ സീനിയർ താരങ്ങളെ, വിന്റേജ് താരങ്ങളെ മുഴുവൻ അറ്റാക്ക് ചെയ്തു. അവർ ഇപ്പോൾ WWE താരങ്ങളല്ലല്ലോ, അതുകൊണ്ട് ഈ താരങ്ങളെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. WWE സൂപ്പർ സ്റ്റാർസിനെ ഒരാൾക്ക് പോലും നെക്സസിനെ വന്ന് അറ്റാക്ക് ചെയ്യാൻ പാടുമില്ല. അങ്ങനെ സീനിയർ താരങ്ങളെ മുഴുവൻ അറ്റാക്ക് ചെയ്തു. ഏറ്റവും അവസാനം റിക്കി സ്റ്റീംബോട്ടിനെ മാത്രം റിങ്ങിൽ നിർത്തി അവിടെ നിന്നും അടിച്ചൊതുക്കുകയുണ്ടായി. ഫാൻസ് മുഴുവൻ നെക്സസിനെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പിന്നീട് നടന്ന റോ എപ്പിസോഡിൽ നെക്സസ് ടീം റിങ്ങിൽ വന്നുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. സംസാരിക്കുന്ന സമയത്ത് ജനറൽ മാനേജറിന്റെ മെയിൽ വന്നു. ജനറൽ മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിൻസ് മക്മാനെ അറ്റാക്ക് ചെയ്തതുകൊണ്ട് തന്നെ നെക്സസ് ടീമിലെ ആർക്കും വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു മത്സരത്തിൽ പോലും മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളത് അവിടെ അനൗൺസ് ചെയ്തു. അടുത്തതായിട്ടുള്ള അനൗൺസ്മെന്റ് നെക്സസ് ടീമിലെ ആരെയും WWE താരങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു നിയമം ഞങ്ങൾ എടുത്ത് ഒഴിവാക്കി. നെക്സസ് ടീമിലെ ആരെ വേണമെങ്കിലും WWE സൂപ്പർ താരങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാം, അവർക്ക് തിരിച്ചും അറ്റാക്ക് ചെയ്യാം. ആ ഒരു സംഭവം മെയിൽ അവിടെ വായിക്കുന്നതും ജോൺസിനയുടെ മ്യൂസിക് കേൾക്കുന്നതും ഒരുമിച്ചായിരുന്നു. ജോൺസിന മാത്രമായിരുന്നില്ല വന്നിട്ടുണ്ടായിരുന്നത്. ഇവർ 7 പേരുള്ളതുകൊണ്ട് സീനയും 7 പേരെ കൂട്ടിക്കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. റാൻഡി ഓർട്ടൺ, ആർ-ട്രൂത്ത്, ജോൺ മോറിസൺ, ഈവാൻ ബോൺ, ഹാർട്ട് ഡൈനസ്റ്റി എന്നിവരെല്ലാവരും കൂടിയായിരുന്നു റിങ്ങിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ റിങ്ങിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപേ തന്നെ WWE മറ്റു താരങ്ങൾ എഡ്ജ്, ക്രിസ് ജെറിക്കോ, ഷെയ്മസ് അങ്ങനെയുള്ള ഹീൽ ക്യാരക്ടേഴ്സ് മുഴുവൻ വന്നുകൊണ്ട് നമ്മുടെ സീനയുടെ ടീമിനെ അറ്റാക്ക് ചെയ്തു. സീനയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു അവസരമായിരുന്നു അവർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സീനയ്ക്ക് വളരെയധികം ദേഷ്യം പിടിച്ചു. സീന റിങ്ങിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ അവസരം നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഒഴിവാക്കിയിട്ടുള്ളത്? നിങ്ങളെയും ഇവർ വന്ന് അറ്റാക്ക് ചെയ്യുന്നതാണ്. ഇത് WWEക്ക് എതിരെയാണ് വന്നിട്ടുള്ളത്, അല്ലാതെ ഞങ്ങൾക്കെതിരെയല്ല എന്നെല്ലാം തന്നെ സീന പറഞ്ഞു. അതിൽ സീനയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ നമ്മുടെ ഈറ്റണ്ണനും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ജനറൽ മാനേജറിന്റെ അടുത്ത മെസ്സേജ് വന്നു. ജോൺ സീനയും വേഡ് ബാരറ്റും ഇന്ന് റിങ്ങിൽ വെച്ച് കണ്ടുമുട്ടണം. അവർ തമ്മിൽ ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുന്നത് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, രണ്ടുപേരും കൈകൊടുത്ത് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സെഗ്മെന്റായി ജോൺ സീനയും വേഡ് ബാരറ്റും ഫേസ് ടു ഫേസ് ആയിട്ട് നിന്നു. ജോൺ സീന വളരെ സങ്കടത്തോടു കൂടി വേഡ് ബാരറ്റിനോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. എന്നിട്ട് കൈ കൊടുക്കാൻ വേണ്ടി നിന്നു. പക്ഷെ കൈ കൊടുക്കുന്നതിന് തൊട്ടു മുൻപേ തന്നെ ജോൺ സീന ആ കൈ വലിച്ചെടുത്തു. എന്തിന് ഞാൻ കൈ കൊടുക്കണം? നമുക്ക് ഇനിയല്ലേ ഫൺ തുടങ്ങുന്നത്, ഇനിയല്ലേ നമുക്ക് അടിച്ചു പൊളിക്കാൻ കഴിയുന്നത്, അതുകൊണ്ട് ഞാൻ കൈ കൊടുക്കാൻ പോകുന്നില്ല എന്നായിരുന്നു സീന അവിടെ നിന്നും പറഞ്ഞത്. അങ്ങനെ ഇവർ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായി. ഏറ്റവും അവസാനം ജോൺ സീന വേഡ് ബാരറ്റിനെ എടുത്ത് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നെക്സസ് ടീമിലെ ബാക്കിയുള്ളവരും കൂടി വന്ന് ജോൺ സീനയെ അറ്റാക്ക് ചെയ്യുന്നു. ജോൺ സീനയെ രക്ഷിക്കാൻ വേണ്ടി WWE സൂപ്പർ താരങ്ങളെല്ലാം തന്നെ കയറി വരുന്നു. മാർക്ക് ഹെൻറി, വ്ളാഡിമർ കോസ്ലോ അങ്ങനെയുള്ള താരങ്ങളെല്ലാം തന്നെ ആ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ജനറൽ മാനേജറിന്റെ അടുത്ത മെസ്സേജ് വന്നു. ജോൺ സീനയോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ കൈ കൊടുത്ത് തീർക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. സീന അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് സീനയ്ക്ക് അടുത്ത ആഴ്ച 7 പേർക്കെതിരെയും മത്സരിക്കേണ്ടിയിരിക്കുന്നു. 7-on-1 ഹാൻഡിക്യാപ്പ് മാച്ച് ആയിരിക്കും ഉണ്ടാവുക. സീന ഒറ്റയ്ക്കും നെക്സസിലെ 7 പേർ ഒരുമിച്ചും. ആ ഒരു മാച്ചിൽ WWEയിലെ ഒരു സൂപ്പർ താരം പോലും ഇന്റർഫിയർ ചെയ്ത് വരാൻ പാടില്ല എന്നുള്ളതായിരുന്നു നിയമം ഉണ്ടായിരുന്നത്. സീനയ്ക്ക് അപ്പോൾ തന്നെ ദേഷ്യം പിടിച്ചു. സീനയുടെ മുൻപിൽ ഒരു നെക്സസ് താരം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അവനെ പിടിച്ച് അറ്റാക്ക് ചെയ്തു. സ്റ്റീൽ സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് അടിച്ചിട്ടു. അനൗൺസർ ടേബിളിന്റെ മുകളിലേക്ക് എടുത്തിട്ടു. അങ്ങനെ എല്ലാം തന്നെ സീന ആ നെക്സസ് മെമ്പറിനെ അറ്റാക്ക് ചെയ്തൊരു വഴിയാക്കി. അങ്ങനെ അടുത്ത ആഴ്ച വീണ്ടും ജോൺ സീന റിങ്ങിലേക്ക് വന്നു. നെക്സസ് എൻട്രൻസ് സൈഡിൽ വന്നു. ജനറൽ മാനേജറുടെ മെയിൽ വന്നു. നെക്സസ് ടീമിലെ എല്ലാവരും ഈ ഒരു ഹാൻഡിക്യാപ്പ് മാച്ചിൽ നല്ലതുപോലെ മത്സരിക്കണം. ആരും തന്നെ ടാഗ് ചെയ്യാതെ അകത്തേക്ക് കയറാനോ അങ്ങനെയുള്ള ഒരു പരിപാടികളും പറ്റില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നെക്സസ് ടീമിലെ എല്ലാവരെയും അല്ലെങ്കിൽ ഓരോരുത്തരെയും സസ്പെൻഡ് ചെയ്യുന്നതാണ് എന്നുള്ളതും ജനറൽ മാനേജർ പറഞ്ഞു. ഇതെല്ലാം തന്നെ കഴിഞ്ഞ് ബാക്ക് സ്റ്റേജിലെത്തി ഓരോരോ WWE റെസ്ലേഴ്സിനെയും നെക്സസ് ടീം അറ്റാക്ക് ചെയ്തു. ആദ്യം തന്നെ ജോൺ മോറിസനെ അറ്റാക്ക് ചെയ്തു. അതിനുശേഷം ഒരു മാച്ച് കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന ഈവൻ ബോണിനെ ഷെയ്മസ് വന്ന് പേടിപ്പിച്ചു. പുറകിൽ നെക്സസ് ടീം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ ഇരയെ തന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് ഷെയ്മസ് അവിടെ നിന്നും മടങ്ങിപ്പോയി. ഈവൻ ബോണിനെയും നെക്സസ് ടീം അവിടെ നിന്നും അറ്റാക്ക് ചെയ്തു. ഷെയ്മസ് അത് കഴിഞ്ഞതിന് ശേഷം ഈവൻ ബോണിനെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും അവിടേക്ക് വന്ന് ഈവൻ ബോണിനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴതാ നെക്സസ് ടീം ഷെയ്മസിനെ ഉന്നം വെച്ച് വരുന്നു. ഷെയ്മസ് ജോൺസിനെ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് വീണ്ടും ഓടിപ്പോകുന്നു. അങ്ങനെ ജോൺസിനെക്കെതിരെയുള്ള ഒരു മാച്ച് നടന്നു. ജോൺസിനേക്ക് നല്ല രീതിയിൽ തന്നെ അടി കിട്ടി. ഏറ്റവും അവസാനം സീന തന്നെ തോൽക്കുകയുണ്ടായി. തോറ്റതിന് ശേഷം സീനയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴേക്കും സീന വേഗം തന്നെ കമന്റേറ്റേഴ്സിന്റെ അടുത്തുള്ള ചെയർ എടുത്തുകൊണ്ടുവന്ന് ഇവരെല്ലാവരെയും തന്നെ അടിക്കാൻ വേണ്ടി ഓങ്ങി നിന്നു. അതാ വരുന്നു WWE ചാമ്പ്യനായിട്ടുള്ള ഷെയ്മസ്. അതെ, ഷെയ്മസും ഒരു ചെയർ ഉപയോഗിച്ച് നെക്സസ് ടീമിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ആഴ്ചയിലാണ് മണി ഇൻ ദ ബാങ്ക് പേപ്പർ വ്യൂ നടക്കുന്നത്. ജോൺ സീന വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള സ്റ്റീൽ കേജ് മാച്ച് എല്ലാം തന്നെ ഈ ആഴ്ച നടക്കും. അതുവരെ ഹീലായിട്ടുണ്ടായിരുന്ന വില്ലനായിട്ടുണ്ടായിരുന്ന ഷെയ്മസും സീനയുടെ കൂടെ കയറിയപ്പോൾ ഫാൻസിന് എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു.
പിന്നീട് മണി ഇൻ ദ ബാങ്ക് 2010 നടന്നു ജോൺ സീന വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള സ്റ്റീൽ കേജ് മാച്ച്. ആ മാച്ചിന്റെ അവസാനം ഒരു ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഷെയ്മസിനെ തോൽപ്പിക്കാൻ നോക്കിയെങ്കിലും ജോൺ സീനക്ക് നടന്നില്ല. അപ്പോഴത്തെ നെക്സസ് ടീം ഒരു ചെയിൻ കട്ടറുമായിട്ട് കടന്നു വരുന്നു. ചെയിൻ കട്ടർ ഒരു റെഫറി എടുത്തുകൊണ്ട് ഓടിപ്പോകുന്നു. മറ്റേ റെഫറിയോട് കേജിന്റെ കീ ചോദിക്കുന്നു. ആ റെഫറി ആ കീ എടുക്കുന്നു, കാണികളുടെ ഇടയിലേക്ക് വലിച്ചെറിയുന്നു. ഇവർക്ക് ഇനി അകത്തേക്ക് കയറാൻ ഒരു വഴിയുമില്ല. ഈ സമയത്ത് സീന ഷെയ്മസിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ബോധരഹിതനായി കിടക്കുന്ന റെഫറിയെ സീന അപ്പോഴായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. സീനക്ക് എങ്ങനെയെങ്കിലും ഇതിൽ വിജയിക്കണമല്ലോ. സ്റ്റീൽ കേജിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ വേണ്ടി സീന കേജിന്റെ മുകളിലേക്ക് കയറി സീനയെ ഒരു കാരണവശാലും വിജയിപ്പിക്കരുത് എന്നുള്ളതായിരുന്നു നെക്സസ് ടീമിന്റെ ആവശ്യം. അവർ അതാ മുകളിലേക്ക് കയറുന്നു. സീനയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓരോരുത്തരായി കയറിക്കൊണ്ടിരിക്കുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് അപ്പുറത്തെ സൈഡിലൂടെ ഷെയ്മസ് പുറത്തേക്ക് ഇറങ്ങുകയുണ്ടായി. അതെ ഗൈസ്, ഷെയ്മസ് തന്നെ ആ ഒരു മാച്ചിൽ വിജയിച്ചു. എന്നിട്ട് കാണികളുടെ ഇടയിലേക്ക് പെട്ടെന്ന് തന്നെ ഓടിപ്പോയി നെക്സസ് ടീം ഷെയ്മസിനെ പിന്തുടർന്നെങ്കിലും ഷെയ്മസിന്റെ പൊടി പോലും അവർക്ക് കിട്ടിയില്ല. അങ്ങനെ ജോൺ സീന വീണ്ടും തോറ്റു. ആ ഒരു മാച്ച് തോറ്റതിന് ശേഷം വീണ്ടും സീനയ്ക്ക് ദേഷ്യം പിടിച്ചു. നെക്സസ് ടീമിലെ മെമ്പറെ കഴിഞ്ഞ ആഴ്ച എന്തൊക്കെയാണോ സീന ചെയ്തത് അതുപോലെ തന്നെ ഈ ആഴ്ച വീണ്ടും സീന ആക്രമിക്കുകയുണ്ടായി. ജോൺ സീനയുടെ ഏറ്റവും വൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു ആ സമയത്ത് നമ്മൾ കണ്ടത്. പിന്നീട് നടന്ന റോയിൽ എഡ്ജും ക്രിസ് ജെറിക്കോയും ഫേസ് ടു ഫേസ് ആയിട്ട് വന്ന് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാക്കി നിൽക്കുന്ന സമയത്ത് നെക്സസ് ടീം വന്നു. എഡ്ജിനെയും അറ്റാക്ക് ചെയ്തു, ക്രിസ് ജെറിക്കോയെയും അറ്റാക്ക് ചെയ്തു. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നെക്സസിനെ തല്ലാൻ വേണ്ടി പോയ ജോൺ സീനയുടെ ടീമിനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നവരായിരുന്നു എഡ്ജും ക്രിസ് ജെറിക്കോയും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഈ ആഴ്ച കിട്ടുകയുണ്ടായി. പിന്നീട് ജോൺ സീനയെ സ്ക്രീനിൽ കാണിച്ചു. സീന പറഞ്ഞു, ഇന്നെനിക്ക് നെക്സസ് ടീമിലെ വേഡ് ബാരറ്റിനെയും എല്ലാ മെമ്പേഴ്സിനെയും ഒരുമിച്ച് കാണണം, അതും റിങ്ങിൽ വെച്ച്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നെക്സസ് ടീം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകിൽ നിങ്ങൾ നെക്സസ് ടീമിലായിരിക്കണം അല്ലെങ്കിൽ നെക്സസിനെതിരെ ആയിരിക്കണമെന്ന്. എനിക്ക് എന്തായാലും ഒറ്റയ്ക്ക് നെക്സസിനെതിരെ നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് തീരുമാനങ്ങളെല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ കാണണം, നിങ്ങൾ റിങ്ങിലേക്ക് വരണമെന്നായിരുന്നു വേഡ് ബാരറ്റിനോട് സീന സ്ക്രീനിൽ വന്നും പറഞ്ഞത്. അങ്ങനെ നെക്സസ് റിങ്ങിലേക്ക് വന്നു. ജോൺ സീനയും റിങ്ങിലേക്ക് എത്തി. സീന നെക്സസിനോട് നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. പക്ഷേ നെക്സസ് ഒരടിക്കും അനങ്ങില്ല എന്ന് തോന്നിയതുകൊണ്ട് ജോൺ സീന റിങ്ങിൽ നിന്നും എൻട്രൻസിന്റെ ഭാഗത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെല്ലാവരെയും വിളിച്ചത് എനിക്ക് നിങ്ങളെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ 7 പേരുള്ളതുകൊണ്ട് എനിക്ക് 7 പേരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതായിരുന്നു. അങ്ങനെ 7 പേരെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഞാനൊരു ടീം ഫോം ചെയ്യുകയായിരുന്നു. ആ ടീമിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എന്ന് സീന പറഞ്ഞു. ടീമിലെ ഓരോരോ മെമ്പേഴ്സിനെയായിട്ട് സീന പരിചയപ്പെടുത്തുകയുണ്ടായി. ഒന്നാമത്തെ മെമ്പർ റേറ്റഡ് ആർ സൂപ്പർ സ്റ്റാർ എഡ്ജ്, രണ്ടാമത്തെ മെമ്പർ ജോൺ മോറിസൺ, മൂന്നാമത് ആർ ട്രൂത്ത്, നാലാമത് ദ ഗ്രേറ്റ് ഖാലി, അഞ്ചാമത് ക്രിസ് ജെറിക്കോ. ഇനി ഒരേ ഒരു വ്യക്തി മാത്രമേ ബാക്കിയുള്ളൂ. ആറാമത്തെ വ്യക്തി ജോൺ സീന ആയതുകൊണ്ട് 7ാമതൊരു വ്യക്തി മാത്രമേ ബാക്കിയുള്ളൂ. അത് ആരായിരിക്കും എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ചോദ്യം. മറ്റാരുമായിരുന്നില്ല, WWEയുടെ ലെജൻഡ് റെസ്ലർ ആയിട്ടുള്ള ഇതിനു മുൻപത്തെ ജനറൽ മാനേജർ ആയിട്ടുണ്ടായിരുന്ന ബ്രെറ്റ് ഹാർട്ട് ആയിരുന്നു 7ാമത്തെ വ്യക്തിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇവരെല്ലാവരും കൂടി വന്നുകൊണ്ട് റിങ്ങിലിട്ട് നെക്സസ് ടീമിനെ പൊതിരെ തല്ലുകയുണ്ടായി. നെക്സസ് ടീം ഓടിപ്പോവുകയുണ്ടായി. തൊട്ടടുത്ത ആഴ്ച നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ ഗ്രേറ്റ് ഖാലിയെ നെക്സസ് ടീം മുഴുവൻ വളയുകയുണ്ടായി. ഗ്രേറ്റ് ഖാലി പേടിച്ച് ബാക്ക് സ്റ്റേജിലേക്ക് പോവുകയുണ്ടായി. WWE ടീം അഥവാ ജോൺ സീനയുടെ ടീമിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് തന്നെ ചെയ്യുകയുണ്ടായി. ആർക്കും തമ്മിൽ ഒരു ഒത്തൊരുമയില്ല എന്നുള്ളത് സീനക്ക് മനസ്സിലായി. എങ്ങനെയാണ് ഇനി ഇവർ ജയിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് സീനക്ക് ഒരു എത്തും പിടിയുമില്ലായിരുന്നു. ഇവരും നെക്സസ് ടീമും തമ്മിൽ ഒരു എലിമിനേഷൻ ടാഗ് ടീം മാച്ച് ഉണ്ടായിരിക്കും എന്നുള്ളതും കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീന എങ്ങനെ ഇനി വിജയിക്കും? തൊട്ടടുത്ത ആഴ്ച ഇവർ വീണ്ടും കണ്ടുമുട്ടുകയുണ്ടായി. നെക്സസ് ടീം ജോൺ സീനയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ സീനയുടെ ടീമിലുള്ള എല്ലാവരും വന്നു. ഏറ്റവും അവസാനം എഡ്ജും ക്രിസ് ജെറിക്കോയും നന്നായി ജോൺ സീനയുടെ ടീമിലേക്ക് വീണ്ടും ജോയിൻ ചെയ്തു. പക്ഷേ അവരുടെ ടീമിൽ ഗ്രേറ്റ് ഖാലി ഇല്ലായിരുന്നു. 7ാമത്തെ മെമ്പറിനായിട്ട് വീണ്ടും ഇനി ജോൺ സീന തിരയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ജോൺ സീന എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത് മിസിന്റെ അടുത്തേക്കായിരുന്നു. മിസിനോട് അവരുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. മിസ് പറഞ്ഞു, സമ്മർ സ്ലാം ആവട്ടെ, ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്നുള്ളത്. കാരണം സമ്മർ സ്ലാമിലായിരുന്നു 7-on-7 എലിമിനേഷൻ ടാഗ് ടീം മാച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ജോൺ സീനയുടെ WWE ടീമും വേഡ് ബാരറ്റിന്റെ നെക്സസ് ടീമും തമ്മിലുള്ള മത്സരം ഉറപ്പിച്ചത്. അങ്ങനെ 2010 സമ്മർ സ്ലാം ആവുകയുണ്ടായി. നെക്സസ് ടീം റിങ്ങിൽ വന്ന് കാത്തിരിക്കുകയാണ്. ഒന്നാമത്തെ വ്യക്തിയായിട്ട് ജോൺ സീന വന്നു, രണ്ടാമതായിട്ട് എഡ്ജ് വന്നു, മൂന്നാമതായിട്ട് ആർ ട്രൂത്ത് വന്നു, നാലാമതായിട്ട് ക്രിസ് ജെറിക്കോ വന്നു, അഞ്ചാമതായിട്ട് ജോൺ മോറിസൺ ആൻഡ് ആറാമതായിട്ട് ബ്രെറ്റ് ഹാർട്ട് വരികയുണ്ടായി. 7ാമതായിട്ട് മിസ് വരുമോ ഇല്ലയോ? എല്ലാവരും കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. യെസ്, 7ാമത്തെ വ്യക്തി മിസ് വരികയുണ്ടായി. അപ്പോൾ തന്നെ ജോൺ സീന മൈക്കെടുത്ത് സംസാരിച്ചു. ഇത്രയും കാലം നിന്നെ കാത്തിരുന്നു. സമ്മർ സ്ലാമിലാണ് നിനക്ക് തീരുമാനമെടുക്കാൻ കഴിഞ്ഞതെന്നുണ്ടെങ്കിൽ നിന്നെ ഒരിക്കലും വിശ്വസിച്ച് എൻ്റെ ടീമിൽ കയറ്റാൻ കഴിയില്ല. അതുകൊണ്ട് നിനക്ക് പകരമായിട്ട് ഡാനിയൽ ബ്രയാനെ ഞാൻ എൻ്റെ ടീമിലേക്ക് ആഡ് ചെയ്യുന്നു എന്നുള്ളത് ജോൺ സീന അവിടെ അനൗൺസ് ചെയ്യുകയുണ്ടായി. അതേ ഗൈസ്, നെക്സസ് ടീമിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്ന ഡാനിയൽ ബ്രയാൻ ജോൺ സീനയുടെ WWE ടീമിൽ ജോയിൻ ചെയ്യുകയുണ്ടായി. അങ്ങനെയായിരുന്നു ഇവർ തമ്മിലുണ്ടായിരുന്ന മാച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാച്ച് തുടങ്ങി ആദ്യം തന്നെ ഡാനിയൽ ബ്രയാൻ ഇറങ്ങി
നെക്സസ് ടീമിലെ ഒന്നാമത്തെ മെമ്പറിനെ എലിമിനേറ്റ് ചെയ്തു. അടുത്തതായി ജോൺ മോറിസൺ എൻ്റർ ചെയ്ത് നെക്സസ് ടീമിലെ രണ്ടാമത്തെ മെമ്പറിനെ എലിമിനേറ്റ് ചെയ്തു. ഇനി നെക്സസിൽ 5 പേരും WWE-ൽ 7 പേരുമാണുള്ളത്. നെക്സസ് ടീമിൽ നിന്നും അടുത്തതായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് സ്കിപ്പ് ഷെഫീൽഡ് എന്ന് പറഞ്ഞ റെസ്ലർ ആയിരുന്നു. ആ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലാന്ന് തോന്നുന്നു. റൈബാക്ക് ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. റൈബാക്ക് ഇറങ്ങി ജോൺ മോറിസനെ എലിമിനേറ്റ് ചെയ്തു. രണ്ടാമതായി R-Truthനെ എലിമിനേറ്റ് ചെയ്തു. ഇപ്പോൾ 2 ടീമിലും 5-5 ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ബ്രൈറ്റ് ഹാർട്ട് ഇറങ്ങി ഓരോരുത്തരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് വേഡ് ബാരറ്റ് ഒരു ചെയർ ഇട്ട് കൊടുക്കുകയുണ്ടായി. ആ ഒരു ചെയർ എടുത്തുകൊണ്ട് ബ്രൈറ്റ് ഹാർട്ട് റൈബാക്കിനെ അറ്റാക്ക് ചെയ്തു. ബ്രൈറ്റ് ഹാർട്ട് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടുകയുണ്ടായി. ഈ ഒരു മാച്ചിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ബ്രൈറ്റ് ഹാർട്ടിനെ ആ ഒരു ടീമിൽ നിന്നും എലിമിനേറ്റ് ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു. പിന്നീട് എഡ്ജ് ഇറങ്ങി റൈബാക്കിനെ എലിമിനേറ്റ് ചെയ്തു. അവരുടെ തുറുപ്പ് ചീട്ട് തന്നെയായിരുന്നു റൈബാക്ക്. പിന്നീട് ക്രിസ് ജെറിക്കോ അറിയാതെ ജോൺസിനെ അറ്റാക്ക് ചെയ്തു. ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ജെറിക്കോയെ ഹീത്ത് സ്ലൈറ്റർ എലിമിനേറ്റ് ചെയ്തു. പിന്നീട് എഡ്ജോ ജോൺസിനെയോ ഇവരിൽ ആരാദ്യം ഇറങ്ങണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയുണ്ടാക്കി നിന്നു. അതിൽ എഡ്ജ് ഇറങ്ങി എഡ്ജിനെ റോളപ്പ് പിന്നിലൂടെ ഹീത്ത് സ്ലൈറ്റർ വീണ്ടും എലിമിനേറ്റ് ചെയ്തു. ജോൺസിനെ വന്നതും അതാ കിടക്കുന്നു എഡ്ജിന്റെ വക സ്പിയർ. ക്രിസ് ജെറിക്കോയും സീനയെ അറ്റാക്ക് ചെയ്തു. സീനയുടെ ടീംമേറ്റ്സ് തന്നെ സീനയെ ചതിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി സീനയുടെ ടീമിൽ WWE ടീമിൽ ആകെ 2 പേർ മാത്രം ബാക്കി, ജോൺ സീന ആൻഡ് ഡാനിയൽ ബ്രയൻ. ഡാനിയൽ ബ്രയൻ ആണെന്നുണ്ടെങ്കിൽ ആദ്യമായി മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ്. ജോൺ സീനയാണ് എന്നുണ്ടെങ്കിൽ ഒരു ലെജൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡാനിയൽ ബ്രയൻ ഒറ്റയ്ക്ക് എങ്ങനെ ഇവരെ നേരിടും? ഇനി നെക്സസ് ടീമിൽ 3 പേരാണ് ബാക്കിയുള്ളത്. അതിൽ ഡാനിയൽ ബ്രയൻ തന്റെ യെസ് ലോക്ക് ഉപയോഗിച്ച്, പണ്ടതിനെ ക്രോസ് ഫേസ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ക്രോസ് ഫേസ് ഉപയോഗിച്ച് ഹീത്ത് സ്ലൈറ്ററിനെ എലിമിനേറ്റ് ചെയ്തു. ബാക്കിയുള്ളവരെയും ഡാനിയൽ ബ്രയൻ ഒഴിവാക്കും, എലിമിനേറ്റ് ചെയ്യുമെന്നുള്ള രീതിയിൽ എത്തി നിൽക്കുമ്പോൾ അതാ വരുന്നു മിസ് തന്റെ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസുമായിട്ട് ഡാനിയൽ ബ്രയനെ അറ്റാക്ക് ചെയ്തു. ഈ ഒരു അവസരം മുതലെടുത്തു വേഡ് ബാരറ്റ് ഡാനിയൽ ബ്രയനെ എലിമിനേറ്റ് ചെയ്യുകയുണ്ടായി. ഇനി അവസാനം ജോൺ സീന ഒറ്റയ്ക്കും നെക്സസ് ടീമിൽ 2 പേരും, വേഡ് ബാരറ്റ് ആൻഡ് ജസ്റ്റിൻ ഗബ്രിയേൽ. സീനയെ പുറത്തുള്ള മാറ്റെല്ലാം തന്നെ ഒഴിവാക്കി അവിടേക്ക് ഒരു DDT ചെയ്തു. ടേൺ ബക്കിളിന്റെ മുകളിൽ നിന്നും സീനയുടെ മുകളിലേക്ക് ചാടാൻ വേണ്ടി നോക്കി. സീന അവിടെ നിന്നും മാറി. ജസ്റ്റിൻ ഗബ്രിയേൽ മൂക്കും കുത്തി താഴെ വീണു. ജസ്റ്റിൻ ഗബ്രിയേലിനെ പിൻ ചെയ്തു. ജോൺ സീന ആൻഡ് വേഡ് ബാരറ്റ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. സീന ദ വേഡ് ബാരറ്റിനെ STF എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ സബ്മിഷൻ മൂവ് ചെയ്യുന്നു. വേഡ് ബാരറ്റ് തോറ്റു കൊടുക്കുന്നു. ജോൺ സീന അവിടെ വിജയിച്ചു. നെക്സസ് ടീമിനെ WWE ടീം സക്സസ്ഫുള്ളി ഡിഫീറ്റ് ചെയ്തിരിക്കുകയാണ്. WWE ടീം അവിടെ വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷം ജോൺ സീന അദ്ദേഹത്തിന്റെ ടീമിനെ വിജയിപ്പിച്ചിരിക്കുകയാണ്. നെക്സസ് ടീമിനെതിരെ അവർക്ക് അവരുടെ പ്രതികാരം തീർക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നെക്സസിന്റെ കഥ ഇനിയും തീരുന്നില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നെക്സസിൻ്റെതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നെക്സസ് 2.0 എന്ന് പറഞ്ഞിട്ട് CM പങ്കിന്റെ ഒരു ടീം വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കഥകളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്താൽ മതി. ഈ വീഡിയോക്ക് ഒരു 2000 ലൈക്കുകൾ ആവുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ 3rd പാർട്ട് ചെയ്യുന്നതാണ് ഉടനെ തന്നെ. അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ ഇതിന്റെ 3rd പാർട്ടുമായിട്ട് വരുന്നതാണ്. ഇനി അടുത്ത ആഴ്ച വേറെ ഏതെങ്കിലും കിടിലൻ കഥയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗായ്സ്.